മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വരുന്ന സമ്മറിൽ ഒരു ഓപ്പൺ ക്ലിയർ ഔട്ടിന് പോകാൻ പോവുകയാണെന്നുള്ള റിപ്പോർട്ടുകളൊക്കെയാണ് വരുന്നത്. ഒരു വലിയ ശുദ്ധികലശം തന്നെ ടീമിൽ കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് മാനേജ്മെന്റും കോച്ച് അമോറിമും എന്നുള്ള വാർത്തകളാണ് കഴിഞ്ഞ ദിവസമൊക്കെ പുറത്തു വന്നിരിക്കുന്നത്. ബ്രിട്ടീഷ് മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വളരെ ഹൈപ്പോടെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. 10 പ്രമുഖ താരങ്ങൾ ടീമിൽ നിന്ന് പുറത്തു പോകാൻ സാധ്യതയുണ്ടെന്നുള്ള രീതിയിലൊക്കെയാണ് വാർത്തകൾ. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, കാരണം മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ സംബന്ധിച്ച് അടുത്ത സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ ഒരു സീരിയസ് ആയിട്ടുള്ള മാറ്റങ്ങൾ ടീമിൽ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ വലിയ പ്രശ്നം തന്നെയായിരിക്കും. കാരണം അമോറിം വലിയ ഹൈപ്പോടെ വന്നൊരു യങ് കോച്ചാണ്. പക്ഷെ അദ്ദേഹത്തിന് ഈ സീസണിൽ വളരെ സ്ട്രഗിൾ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ആയിരുന്നു. കാരണം അദ്ദേഹത്തിന്റെ ആ ഒരു ഇന്റൻസ് പ്രസ്സിംഗ് ശൈലിക്ക് അനുസൃതമായി കളിക്കാൻ പറ്റുന്ന പ്ലെയേഴ്സ് ഒക്കെ യുണൈറ്റഡിൽ കുറവാണ്. ആ 3-4-3 ഫോർമേഷൻ ഒക്കെ ക്യാരി ഓൺ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുന്ന അത്രയ്ക്കും ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള എനർജിയുള്ള പ്ലെയേഴ്സ് യുണൈറ്റഡിന് നിലവിൽ വളരെ കുറവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ടീമിൽ സമൂലമായുള്ള മാറ്റം വന്നാൽ മാത്രമേ ഉള്ളൂ അടുത്ത സീസണിൽ ഒരു ടോപ്പ് 4-ലെങ്കിലും ഫിനിഷ് ചെയ്യാനൊക്കെ യുണൈറ്റഡിന് സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ഒരു കാര്യം നമുക്ക് ഉറപ്പാണ്, മാർക്കസ് റാഷ്ഫോർഡ്, ജേഡൻ സാൻചോ, പിന്നെ ആന്റണി, ഇവർ 3 പേരും ലോണിൽ പോയവരാണ് ജനുവരിയിൽ. അവരിനി തിരികെ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. പ്രത്യേകിച്ച് റാഷ്ഫോർഡും സാൻചോയും എന്തായാലും ഇനി യുണൈറ്റഡിലേക്ക് തിരികെ വരില്ല. കാരണം 2 പ്ലെയേഴ്സും അത്ര കോച്ച്, അതായത് അമോറിമിന് അത്ര സൂട്ടബിൾ ആയുള്ള പ്ലെയേഴ്സ് അല്ല. പ്രത്യേകിച്ച് റാഷ്ഫോർഡ് ആയുള്ള ഇഷ്യൂ ഒക്കെ നമുക്കറിയാം. പിന്നെ ആന്റണിയുടെ കാര്യത്തിലാണ് ചെറിയൊരു ഡൗട്ട് ഉള്ളത്. ആന്റണി ആണെങ്കിൽ റയൽ ബെറ്റിസിന് വേണ്ടി നന്നായിട്ട് കളിക്കുന്നുണ്ട്. ഇപ്പം യുണൈറ്റഡിന്റെ ബേസിക് മോട്ടീവ് എന്ന് പറയുന്നത് പരമാവധി ഫണ്ട് കണ്ടെത്തുക എന്നുള്ളതാണ്. കാരണം ഫിനാൻഷ്യൽ പ്രോബ്ലം, ആ ഒരു സ്ട്രഗിൾ ടീം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഫിനാൻഷ്യൽ ഫെയർ പ്ലേ അനുസരിച്ച് തന്നെ നല്ല രീതിയിൽ ഒരു ആരോഗ്യപരമായ രീതിയിൽ ഒരു ഫണ്ട് കണ്ടെത്തുക, നല്ലൊരു എമൗണ്ട് കണ്ടെത്തുക, അതുവഴി അടുത്ത സമ്മർ ട്രാൻസ്ഫറിൽ പരമാവധി താരങ്ങളെ വാങ്ങാൻ ശ്രമിക്കുക എന്നുള്ളതായിരിക്കും യുണൈറ്റഡിന്റെ മുമ്പിലുള്ള ഒരു പ്രധാന ഗോൾ. അപ്പം ആ സാഹചര്യത്തിൽ ഇപ്പം റാഷ്ഫോർഡ് ആണെങ്കിൽ റാഷ്ഫോർഡിന് വലിയ സാലറിയാണ്. അപ്പോൾ റാഷ്ഫോർഡിനെ പോലത്തെ ഒരു താരം പോകുമ്പോൾ അത് യുണൈറ്റഡിന് വലിയ ഗുണം ചെയ്യും. അതുപോലെ തന്നെ കാസിമറോ എന്തായാലും ഈ ഒരു സീസണോട് കൂടി തന്നെ അദ്ദേഹത്തെ വിൽക്കാനുള്ള ശ്രമങ്ങൾ യുണൈറ്റഡ് ആരംഭിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം കാസിമറോയുടെ സാലറി എന്നൊക്കെ പറഞ്ഞാൽ അത്രയ്ക്കും ഹെഫ്റ്റി ആയുള്ള സാലറിയാണ്. അപ്പം കാസിമറോ, റാഷ്ഫോർഡ്, ആന്റണി, സാൻചോ ഇവരെന്തായാലും പുറത്തു പോകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ അതിനൊപ്പം തന്നെ കേൾക്കുന്ന മറ്റു പേരുകൾ എന്ന് പറഞ്ഞാൽ ലൂക്ക് ഷോയുടെയും പിന്നെ ടൈറൽ മലാസിയുടെയുമാണ്. ഈ 2 പ്ലെയേഴ്സും യുണൈറ്റഡിന് ഇപ്പം സമീപകാലത്ത് ഇവരെ കൊണ്ട് ഒരു ഗുണം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. കാരണം പരിക്കിൽ നിന്ന് മുക്തി നേടി കളിക്കളത്തിലെത്തിയ വീണ്ടും പരിക്കേൽക്കും. ഇതാണ് സിറ്റുവേഷൻ. അപ്പോൾ ഇത്തരം ഒരു ഫിസിക്കൽ ഫിറ്റ്നസ് വേണ്ടത്ര രീതിയിൽ കീപ്പ് ചെയ്യാൻ പറ്റാത്ത പ്ലെയേഴ്സിനെ മുന്നോട്ട് വെച്ച് കൊണ്ടുപോയിട്ട് യുണൈറ്റഡിന്, പ്രത്യേകിച്ച് പുതിയ യുണൈറ്റഡിന് യാതൊരു സ്കോപ്പും ഇവരിൽ നിന്ന് ലഭിക്കാൻ പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 2 പ്ലെയേഴ്സും പുറത്തു പോകാനാണ് സാധ്യത. അപ്പോൾ ഇവരെയൊക്കെ ആരൊക്കെ വാങ്ങുമെന്നുള്ളതാണ് മറ്റൊരു ചോദ്യം. അതും ഒരു വലിയ ഫാക്ടർ തന്നെയാണ്. പിന്നെ ഗർനാച്ചോയുടെ കാര്യത്തിൽ ഇപ്പോഴും ഡൗട്ട് ഉണ്ട്. കാരണം ഗർനാച്ചോ ടീമിൽ തുടരാനുള്ളൊരു സാധ്യതയാണ് കാണുന്നത്. അതുപോലെ തന്നെ മഗ്വേറും ഒരു സീസൺ യുണൈറ്റഡിനൊപ്പം തുടരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ ഒനാനയെ കുറിച്ച് വലിയ ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഒനാനയുടെ ഒരു പെർഫോമൻസിൽ ഇപ്പോഴും യുണൈറ്റഡ് ഫാൻസ് ഒന്നും കൺവിൻസ്ഡ് അല്ല. ഒനാന പലപ്പോഴും ഫ്ലിപ്പ് ഫ്ലോപ്പുകളുടെ ഒരു രാജകുമാരനായി മാറുന്നുണ്ട്. ചില സമയങ്ങളിൽ നല്ല സേവ്സ് ഒക്കെ ഉണ്ടാവും, പക്ഷേ അബദ്ധങ്ങൾ അദ്ദേഹത്തിന്റെ ഒരു കൂടപ്പിറപ്പ് പോലെ യുണൈറ്റഡിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒനാനയ്ക്കും പകരം ഒരു നല്ലൊരു ഗോൾ കീപ്പർ വേണമെന്നുള്ള ഒരു ചിന്ത പല ആരാധകർക്കിടയിലുണ്ട്. അപ്പോൾ മാനേജ്മെന്റ് ഇതിനെ എങ്ങനെ സമീപിക്കുന്നു എന്ന് നമുക്കറിയില്ല. ചില റിപ്പോർട്ട്സ് ഒക്കെ കാണുന്നുണ്ട് ഒനാനയ്ക്ക് ബദലായിട്ട് മറ്റൊരു ഗോൾ കീപ്പറെ, ഒരു പ്രോപ്പറായുള്ള ഒരു ഗോൾ കീപ്പറെ, ഒരു സ്റ്റഡി ആയുള്ള ഒരു ഗോൾ കീപ്പറെ യുണൈറ്റഡ് നോക്കുന്നുണ്ടെന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. അൽത്തായ് ബൈന്ദറിനെ ചിലപ്പം വിൽക്കാനുള്ള സാധ്യതയുണ്ട്. മറ്റേതെങ്കിലും ഒരു എനർജറ്റിക് ആയുള്ള ഒരു യങ് ഗോൾ കീപ്പറെ കൊണ്ടുവന്ന് ഒനാനയ്ക്ക് ഒരു കോമ്പറ്റീഷൻ കൊടുക്കുക എന്നുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. അപ്പൊ ഇത്തരം പ്ലെയേഴ്സിന്റെ കാര്യത്തിലൊക്കെയാണ് ഇപ്പം ഏതാണ്ട് ഒരു തീരുമാനം ഇങ്ങനെ വന്നുകൊണ്ട് ഇരിക്കുന്നത്. പിന്നെ നമുക്കറിയാം ഓട്ടോമാറ്റിക്കലി ചില താരങ്ങൾ ഈ ഒരു സീസണോട് കൂടി പുറത്തേക്ക് പോകും. അത് എറിക്സന്റെ കോൺട്രാക്ട് അവസാനിച്ചു, അദ്ദേഹം ഫ്രീ ട്രാൻസ്ഫറിൽ പുറത്തേക്ക് പോകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതെല്ലാം ക്ലിയർ ആയ കാര്യങ്ങളാണ്. പിന്നെ അതിനൊപ്പം തന്നെ ലിൻഡലോഫും പുറത്തേക്ക് പോകും, അദ്ദേഹത്തിൻ്റെയും കരാർ അവസാനിക്കുകയാണ്. പിന്നെ 2 പ്ലെയേഴ്സ്, ഹീറ്റനും പിന്നെ അതുകൂടാതെ ഇവാൻസും, ഇവർ വിരമിക്കാനാണ് സാധ്യത. വെറ്ററൻ പ്ലെയേഴ്സാണ്. അപ്പോൾ ഇത്തരം മാറ്റങ്ങളൊക്കെ എന്തായാലും ഉണ്ട്. അപ്പോൾ യുണൈറ്റഡിൽ ഒരു വലിയൊരു ഓവർഹോൾ തന്നെയാണ് ഇപ്പം പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇത് എത്രത്തോളം സാധ്യമാകും എന്നുള്ളത്. അപ്പോൾ യുണൈറ്റഡിനെ സംബന്ധിച്ച് യുണൈറ്റഡിന് ഈ ഒരു തീരുമാനങ്ങൾ പെട്ടെന്ന് എടുക്കുകയാണെങ്കിൽ അടുത്ത സമ്മർ ട്രാൻസ്ഫർ തുടങ്ങുമ്പോൾ തന്നെ ഈ താരങ്ങളെ വിൽക്കാൻ സാധിക്കുകയാണെങ്കിൽ മറ്റ് പ്ലെയേഴ്സിന് വേണ്ടിയുള്ള ഹണ്ട് കുറച്ചും കൂടെ റിയലിസ്റ്റിക് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. കാരണം പലപ്പോഴും ഇത് അവസാന ഘട്ടത്തിലേക്ക് പോകുമ്പോൾ താരങ്ങളുടെ വിലയൊക്കെ വലിയ രീതിയിൽ വർദ്ധിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ക്ലബ്ബുകൾ പരമാവധി അവരുടെ വില വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ട്. അവസാനം ചെറിയ പൈസയ്ക്ക് കിട്ടേണ്ട താരങ്ങളെയൊക്കെ വമ്പൻ വില കൊടുത്ത് വാങ്ങേണ്ട ഒരുപാട് മുൻ അനുഭവങ്ങൾ നമ്മൾ യുണൈറ്റഡിൽ കണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കറക്റ്റായുള്ള ഒരു പ്രോസസ്സും ഒരു റോഡ്
മാപ്പ് അല്ലെങ്കിൽ ഒരു പ്ലാനും വെച്ച് മുന്നോട്ട് പോകുക എന്നുള്ള ഒരു സംഭവം തന്നെയായിരിക്കും യുണൈറ്റഡിന് മുമ്പിലുള്ളത്. അപ്പം എന്തായാലും അടുത്ത സമ്മർ ട്രാൻസ്ഫറിൽ എങ്ങനെ കാര്യങ്ങൾ വരുമെന്നുള്ളത് നമുക്ക് നോക്കി കാണേണ്ടി വരും. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? എത്രത്തോളം ഒരു ഓവർഹോൾ സാധ്യമാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ? എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തണേ.